ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. സ്കൂളൊക്കെ തുറന്ന് എല്ലാ പിള്ളേരുമൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. ഇനിയിപ്പം നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. സിമ്പിളാണ്. ഞാനിതൊരു യൂട്യൂബിൽ കണ്ട് അത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ ഇടുവാണേ. അപ്പം കുറച്ച് ഒരു 12 വെണ്ടയ്ക്ക എടുത്തു. 4 വറ്റൽമുളക് വെള്ളത്തിൽ കുതിരാനിട്ടു. പിന്നെ പിഴിയുന്ന പുളിയും പിന്നെ കല്ലുപ്പും കായപ്പൊടി ഇത്രയും മതി. തേങ്ങ വേണ്ട, വേറെ തേങ്ങ അരയ്ക്കുകയോ സവാള വെളുത്തുള്ളി ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ളത് മതി. നമുക്ക് ഇത് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഇച്ചിരി ഇതായിട്ട് അരിഞ്ഞ് കൊണ്ടുവരണം. ഇതുപോലെ. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ട വറ്റൽമുളക് 4 എണ്ണം, പിന്നെ നമ്മുടെ പുളിയും ഉപ്പും കൂടെ ഇട്ട്, പിന്നെ ഞാനിതിനകത്ത് നമ്മുടെ പിരിയൻ മുളകും കൂടെ ഇട്ട് ചേർത്താലേ ഒരു കളർ വരത്തുള്ളൂ. പിരിയൻ മുളക് ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി പൊടി ഇടുന്നുണ്ട്. പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഇട്ടിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഗ്യാസിൽ വയ്ക്കാം. എണ്ണ ഒന്ന് ചൂടാകും. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയേ. അതൊന്ന് ചൂടാകുമ്പം നമ്മളിതുപോലെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും കൂടെ അതിനകത്തിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എണ്ണ വെണ്ടയ്ക്കയിലെല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി നന്നായിട്ട് ഇളക്കണം. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു, എനിക്ക് കഴിച്ചപ്പോൾ എനിക്കങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനോർത്ത് എന്നാൽ പിന്നെ ഇത് തന്നെ ഈ പ്രാവശ്യത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ആ വെണ്ടയ്ക്ക ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് പോലും നമുക്ക് എടുക്കത്തില്ല ഈ കറി ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാം. വെണ്ടയ്ക്ക വീട്ടിലുണ്ടായാൽ മതി. ബാക്കി എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്, എപ്പോഴും കാണുന്നതും. ഇതുപോലെ തിളച്ച് ഈ കളറായി വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഒരു 3/4 ടീസ്പൂണ് കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി ഇട്ടിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് നല്ല കായപ്പൊടിയുടെയൊക്കെ മണം അതെല്ലാം പിടിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതിൽ 1/4 എടുക്കും. ആ വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് അതുപോലെ ഒന്നും ചെയ്യരുത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വിളമ്പാൻ നേരത്ത് തുറന്ന് ഇളക്കി വിളമ്പിയാൽ മതി. അത്രയും ആ വെളിച്ചെണ്ണ ഇപ്പം നമ്മൾ കഴിക്കാനുള്ള സമയമാകുമ്പം അത് തുറന്ന് ഒന്ന് ഇളക്കുക. കണ്ടോ, സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാം ട്രൈ ചെയ്ത് നോക്കി പറയണേ, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ താങ്ക് യു.